തിരുവനന്തപുരത്തിന് ശേഷം KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ് ഇതാ കൊച്ചി നഗരത്തിലും സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഡബിൾ ഡെക്കർ ബസ്സിൽ ഇന്ന് മുതൽ നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റും. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയിൽ നഗര കാഴ്ചകളും നഗരത്തെ ചുറ്റിക്കിടക്കുന്ന കായൽ സൗന്ദര്യവും ഒക്കെ ഒരുപോലെ ആസ്വദിക്കാനും കഴിയും. ആസിഫ് മുഹമ്മദ് ഇറക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ കൊച്ചി നഗരത്തിൽ ആരംഭിച്ച KSRTCയുടെ പുതിയ സർവീസിലാണ്. ഡബിൾ ഡെക്കർ സർവീസ് കൊച്ചിയിലും ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചിയുടെ നഗര സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ് ഏതായാലും ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. 80 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സാണ് എന്തായാലും ഇപ്പോൾ സർവീസിന് ആരംഭിച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെ ആയിരിക്കും ഈ ഒരു സർവീസ് നടത്തുക. നമ്മുടെ ഹൈക്കോടതിക്ക് സമീപമുള്ള എറണാകുളം ജെട്ടിയിൽ നിന്നാണ് ഈ ഒരു സർവീസ് ആരംഭിക്കുക. അവിടെ നിന്ന് ആരംഭിച്ച് ഏകദേശം 5 മണിക്ക് ആരംഭിച്ച് 8 മണിക്ക് അവസാനിക്കുന്നത് പോലെ മറൈൻ ഡ്രൈവ്, ഹൈക്കോടതി, ഗോശ്രീ പാലം വഴി കാളമുക്ക് ജംഗ്ഷനിലേക്ക് എത്തും ബസ്. അതിനുശേഷം തിരികെ ഹൈക്കോടതി, കച്ചേരിപ്പടി, MG റോഡ്, തേവര, വെണ്ടുരുത്തി പാലം, നേവൽ ബേസ്, തോപ്പുംപടി BOT പാലം എന്നിവിടങ്ങളിലേക്ക് ഈ ഒരു ബസ് എത്തും. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് യാത്രയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂട്ടുകാരോടൊക്കെ ഒപ്പം വരണ്ടേ? ഇനിയും കൂട്ടുകാരൊക്കെ ഒപ്പം വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. സൂപ്പറായിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഫസ്റ്റ് തന്നെ കയറണം എന്നുള്ള ഭയങ്കര വാശിയായിരുന്നു. അത് കാരണം നേരത്തെ 2-3 ദിവസമായി ഇതിന് പുറകെ നടക്കുന്നത്. അപ്പം അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ കയറി. വളരെ സന്തോഷം. ഇത് നല്ല കിക്കാവും. എന്തായാലും ആദ്യ യാത്രയിലുള്ള എല്ലാ ആളുകളും അത് ഭംഗിയായി ആസ്വദിക്കുന്നുണ്ട്. അത് വലിയൊരു മനോഹരമായ കാഴ്ച, മനോഹരമായ അനുഭവമാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും അതിൻ്റെ ഒരു നിരക്ക് കൂടി നമുക്ക് പറയാം. താഴെയാണെങ്കിൽ 150 രൂപയാണ് ഒരാൾക്ക് താഴെ നിലയിൽ യാത്ര ചെയ്യാനുള്ള നിരക്ക്. മുകളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അതൊരു 300 രൂപയാകും. നമ്മളിപ്പോൾ കൊച്ചി മെട്രോയുടെ അടിയിൽ കൂടെയാണ് പൊക്കൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ലൈറ്റിൻ്റെ ഒരു വേരിയേഷനൊക്കെ വന്നിട്ടുണ്ടാകും. എന്തായാലും അങ്ങനെ വളരെ ആസ്വാദനകരമായ ഒരു യാത്ര നമുക്ക് കൊച്ചി നഗരത്തിൽ ഇന്നു മുതൽ പൊതുജനങ്ങൾക്കായി ഉണ്ടാവുകയാണ്. എന്തായാലും അത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് ആളുകൾക്ക് ഈ ഒരു യാത്ര ആസ്വദിക്കാവുന്നതാണ്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ആസിഫ് മുഹമ്മദ്, ന്യൂസ് മലയാളം, കൊച്ചി.